നമസ്കാരം. ഇന്നത്തെ 10 പ്രധാന വാർത്തകളിലേക്ക്. യുകെയിലെ വിവിധ സ്ഥലങ്ങളിലായി നടക്കുന്ന കുടിയേറ്റ വിരുദ്ധ കലാപത്തിന്റെ പശ്ചാത്തലത്തിൽ SFI UK രാജ്യാന്തര വിദ്യാർത്ഥികൾക്കായി അടിയന്തര ഹെൽപ്പ് ലൈൻ ആരംഭിച്ചു. പ്രക്ഷോഭത്തിന്റെ പശ്ചാത്തലത്തിൽ വിദ്യാർത്ഥികൾ ജാഗ്രത പാലിക്കുവാൻ സ്റ്റുഡന്റ്സ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ UK നിർദ്ദേശം ചെയ്തു. യുകെയിൽ നടക്കുന്ന കുടിയേറ്റ പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട് യാത്ര ചെയ്യുവാനും യുകെയിലെ ജീവിതവും ഭയപ്പെടുത്തുന്നുവെന്ന് നഴ്സുമാർ. തന്റെ കരാർ കാലാവധി അവസാനിക്കുന്നതോടെ നോർത്തേൺ അയർലൻഡ് വിട്ടുപോകുമെന്നാണ് ബെൽഫാസ്റ്റിലെ ഒരു നഴ്സ് BBC-യോട് വ്യക്തമാക്കിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന ലഹളയാണ് ഇതിന് കാരണമെന്നും അവർ പറയുന്നു. പേര് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കാത്ത ഇന്ത്യയിൽ നിന്നുള്ള ഈ നഴ്സ് BBC ന്യൂസിനോട് പറഞ്ഞത് താനും തന്റെ കുടുംബവും അക്ഷരാർത്ഥത്തിൽ ഭയന്നിരിക്കുകയാണെന്നായിരുന്നു. നവംബർ 5-ന് നടക്കുന്ന US പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിലെ ഡെമോക്രാറ്റ് സ്ഥാനാർത്ഥി കമല ഹാരിസ് തന്നെയെന്ന ഔദ്യോഗിക പ്രഖ്യാപനം. കമലയ്ക്കൊപ്പം മത്സരിക്കുന്ന വൈസ് പ്രസിഡന്റ് സ്ഥാനാർത്ഥി ആരെന്നും ഇതോടെ വ്യക്തമായിരിക്കുകയാണ്. മിനസോഡ സംസ്ഥാനത്തെ ഗവർണർ ടീം വാൽസ് ആണ് കമലയ്ക്കൊപ്പം മത്സരിക്കുന്ന വൈസ് പ്രസിഡന്റ് സ്ഥാനാർത്ഥി. ബംഗ്ലാദേശ് മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന നാടുവിടുന്നതിനു മുൻപ് രാജ്യത്തിന്റെ സൈനിക തലവൻ ആർമി ജനറലുമായി കൂടിക്കാഴ്ച നടത്തിയെന്ന് റിപ്പോർട്ട്. ഹസീന പ്രഖ്യാപിച്ച കർഫ്യൂ നടപ്പിലാക്കാൻ സാധാരണക്കാർക്കെതിരെ വെടിവെക്കില്ലെന്ന തീരുമാനം സൈന്യം എടുത്തു. തുടർന്ന് ഇനിയും ഹസീനയെ പിന്തുണയ്ക്കാനാവില്ലെന്ന് സൈന്യം ബംഗ്ലാദേശ് പ്രധാനമന്ത്രിയെ അറിയിച്ചുവെന്നാണ് റിപ്പോർട്ട്. ഷെയ്ഖ് ഹസീന എവിടെയും അഭയം തേടിയിട്ടില്ലെന്നും ഇംഗ്ലണ്ടിലോ US-ലോ അഭയം തേടുമെന്ന ഊഹാപോഹങ്ങൾ തെറ്റാണെന്നും മകൻ വസേദിന്റെ പ്രതികരണം. ഫിജിയുടെ പരമോന്നത പൗര ബഹുമതിയായ കമ്പാനിയൻ ഓഫ് ദി ഓർഡർ ഓഫ് ഫിജി ഇന്ത്യൻ രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന് സമ്മാനിച്ചു. ഫിജി പ്രസിഡന്റ് റാത്തു വില്യം മൈവലീലി കറ്റോണി വരെയാണ് ബഹുമതി സമ്മാനിച്ചത്. കലാപത്തെ തുടർന്ന് രാജിവെച്ച് ഇന്ത്യയിലെത്തിയ ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയ്ക്ക് തൽക്കാലം ഇന്ത്യ അഭയം നൽകും. മറ്റു രാജ്യങ്ങളിലേക്ക് പോകുന്നതിനുള്ള ചർച്ച വിജയിക്കാത്ത സാഹചര്യത്തിലാണ് ഇത്. മുല്ലപ്പെരിയാർ ഡാം ഡീകമ്മീഷൻ ചെയ്യണമെന്നാവശ്യപ്പെട്ട് ഡീൻ കുര്യാക്കോസ് MP പാർലമെന്റിൽ അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകി. മുല്ലപ്പെരിയാറിലുള്ളത് ജലബോംബാണെന്നും പുതിയ ഡാം വേണമെന്നും ഡീൻ കുര്യാക്കോസ് മാധ്യമങ്ങളോട് പറഞ്ഞു. വയനാട് ദുരന്തത്തിന്റെ 9ാം ദിവസമായ ഇന്നും കാണാതായവർക്ക് വേണ്ടിയുള്ള തിരച്ചിൽ തുടരും. ഇന്ന് വിവിധ വകുപ്പുകളുടെ മേധാവിമാർ ചേർന്നാണ് പരിശോധന. മന്ത്രിസഭാ ഉപസമിതി വയനാട്ടിൽ തുടരും. തെരച്ചിൽ തുടരുന്നതിൽ സൈന്യം അന്തിമ തീരുമാനമെടുക്കട്ടെയെന്ന് മന്ത്രിസഭാ യോഗം തീരുമാനിച്ചു. പുനരധിവാസത്തിനുള്ള ടൗൺഷിപ്പ് രാജ്യത്തെ വിദഗ്ധരുമായി ചർച്ച ചെയ്ത് തീരുമാനിക്കുമെന്നും മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനമായി. പാരീസ് ഒളിമ്പിക്സിലെ പുരുഷ ഹോക്കിയിൽ ഇന്ത്യക്ക് തോൽവി. ആവേശകരമായ സെമിയിൽ ജർമ്മനിയാണ് ഇന്ത്യയെ പരാജയപ്പെടുത്തിയത്. 2-3 ഗോളുകൾക്കാണ് ജർമ്മനിയുടെ ജയം. 1 ഗോളിന് മുന്നിട്ട് നിന്ന ശേഷമാണ് ഇന്ത്യ തോൽവി വഴങ്ങിയത്. ഇതോടെ ഇന്നത്തെ 10 പ്രധാന വാർത്തകൾ ഇവിടെ പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശദ വിവരങ്ങൾക്കും ആനന്ദ് TV UK ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ഒപ്പം ആനന്ദ് TV മൊബൈൽ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സൗജന്യമായി ആസ്വദിക്കും.